പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ കർത്താവായ ഈശോ അനുവദിച്ചിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പുതിയ ക്ലാസ്സിലേക്കല്ല, പ്രധാനപ്പെട്ടൊരു ക്ലാസ്സിലേക്ക് വരാം. ഇന്നലെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? നമ്മൾ ഏതെല്ലാം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും സഹിച്ച് ആണ് ഈ ലോകത്ത് ജീവിച്ചു വരുന്നത് എന്നുള്ളത് മറന്നുകൊണ്ട് നമുക്കൊന്നൊരു പ്രശ്നമില്ല. കുറച്ച് സന്തോഷമോ കുറച്ച് സമാധാനമോ കുറച്ച് ആനന്ദമോ കിട്ടുമ്പോൾ നമ്മൾ പഴയതിനെല്ലാം മറന്ന് കൂടുതൽ മോശമായി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ലോകം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്നലെ ഒരു സഹോദരൻ എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ദേവാലയങ്ങളിൽ വിവാഹമെന്ന കൂതാശയിൽ അഥവാ വിവാഹമെന്ന ചടങ്ങുകളിൽ ഞാൻ സംബന്ധിക്കാറില്ല, പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ കൂതാശികൾ മുഴുവനും അവഹേളിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദേവാലയത്തിൽ കുർബാനയ്ക്കായിട്ട് വരുന്നവരുടെ വസ്ത്രധാരണം വലിയൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, വിവാഹത്തിനായിട്ട് കടന്നു വരുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ ആ ദേവാലയത്തിൽ നമുക്ക് നിൽക്കാൻ പോലും തോന്നുകയില്ല. സിനിമ ഷൂട്ടിങ്ങിനേക്കാൾ മോശമായ വസ്ത്രധാരണം. അപ്പോൾ കൂതാശികളെ അവഹേളിക്കുക, കൗതാശിക തലങ്ങളെ നമ്മൾ വില കൊടുക്കാതെ കാണുക, കൂതാശികളിലെ നന്മയുടെ വശം കാണാതെ അതിനെ തിന്മയുടെ വശമാക്കി കണ്ടുകൊണ്ട് അതിനെ ഉപയോഗിച്ച് നമ്മൾ സുഖിക്കുക, രസിക്കുക, ആനന്ദിക്കുക. അങ്ങനെ കൗതാശികയുടെ ഭക്തി, വിശുദ്ധി, കൂതാശകളുടെ ജ്ഞാനം, അതിൽ അന്തർലീനമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മഹത്വം, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിച്ചില്ല എന്നതുപോലെ നമ്മൾ ഇന്ന് ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനത്തിൽ കർത്താവ് ഈ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞൊരു വചനം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ്സിന്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം തിരുവചനം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഭയാനകമായ, ഏറ്റവും പരമസത്യമായ, നമ്മളെല്ലാം ഉപയോഗത്തിലും കണ്ടുകൊണ്ടും ഇരിക്കുന്നതായ ഒരു സത്യത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഈ വചനം നിങ്ങൾക്കായിട്ട് വ്യാഖ്യാനിച്ചിരുന്നത്. ആ വചനം ഇപ്രകാരമാണ്: അവൻ അവരെയെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്നു. ഹബക്കൂക്ക് 1:15. അവൻ അവരെയെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്നു, വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു, തൻ്റെ കോരുവലയിൽ അവയെ ശേഖരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം അതിൻ്റെ നമുക്ക് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വരാമെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത വചനം വായിക്കും മനസ്സിലാവുള്ളൂ. അവൻ അവരെയെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്നു. എന്താണ് ഈ ചൂണ്ടയിട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഏറ്റവും മത്സ്യത്തെ പിടിക്കുന്ന പണ്ടത്തെ കാലത്ത് ഞാനും എൻ്റെ കുറേ കൂട്ടുകാരെല്ലാം തോടുകളിൽ പോയിട്ട് ഈ ചൂണ്ടയിട്ട് പിടിക്കും, മീനുകളെ ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ചൂണ്ടയുടെ അറ്റം ഇങ്ങനെ വളഞ്ഞിരിക്കും, അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ മണ്ണിരയെ കോർത്ത് വെക്കും. മണ്ണിര ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പടയ്ക്കും. ഈ വെള്ളത്തിലേക്ക് ഈ ചൂണ്ട ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ട് ഇങ്ങനെ മെല്ലെ ചലിപ്പിക്കും. അപ്പോൾ ഈ കല്ലിൻ്റെ അടിയിലും ചെളിയുടെ അകത്തൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഈ മത്സ്യങ്ങൾ ഇത് കണ്ടുകൊണ്ട് ചാടി വന്ന് കുത്തി ഇങ്ങ് പിടിച്ച് വിഴുങ്ങും. അത് വിഴുങ്ങുമ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, മണ്ണിരയാണല്ലോ, അപ്പോൾ ആഹാരമാണല്ലോ വിചാരിച്ചത് വിഴുങ്ങി ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഒറ്റ വലിയ വലിച്ചാൽ ഇതിൻ്റെ ഈ കഴുത്ത്, മത്സ്യത്തിൻ്റെ കഴുത്തിനകത്ത് ഈ ചൂണ്ട കൊളുത്തി പിടിക്കും. അത് നേരെ വെള്ളത്തിനകത്ത് പൊന്തി ഇങ്ങ് പോരും. എന്നേക്കുമായിട്ട് ആ മത്സ്യത്തിൻ്റെ ജീവൻ അതോടെ അപകടത്തിലാണ്. എന്നതുപോലെ തന്നെ പല ചലനങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരികയാണ് ഇൻ്റർനെറ്റ് എന്ന സംവിധാനം. അതിന് ലാസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അവൻ അവരെയെല്ലാം ചൂണ്ടയിട്ട് പിടിക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചൂണ്ടയുടെ അറ്റത്ത് എന്തൊക്കെയാണ്? സിനിമകൾ, സീരിയലുകൾ, ബ്ലൂ ഫിലിമുകൾ, ബ്ലാക്ക് മാസുകൾ, ചുരിദാറുകൾ, എന്തെല്ലാം സംഭാഷണങ്ങളാണ്, എന്തെല്ലാം ഡാൻസുകളാണ്, എന്തെല്ലാം സംവിധാനങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇങ്ങനെ ചൂണ്ടയിട്ട് നമ്മൾ ഓരോ ചാനലിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളതെല്ലാം അതിനകത്ത് കുടുങ്ങുകയാണ്. ഇങ്ങനെ മൊബൈൽ ഫോണിൽ കൂടെയാണ് തട്ടി മാറ്റി വരുമ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു ചൂണ്ടയിൽ കൊളുത്തുമ്പോൾ നമ്മളവിടെ ഓഫാക്കും. എന്നിട്ട് നമ്മളത് നോക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അത് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ വിശദമായിട്ടത് കാണും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ചൂണ്ടയിൽ കൊളുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ആ കൊളുത്തപ്പെട്ട ചൂണ്ടയിൽ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ കഴുത്തല്ല, കണ്ണ്, ഇന്ദ്രിയം അതിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് രക്ഷയില്ല. ഈ കഴിഞ്ഞ ദിവസവും ലണ്ടനിൽ നിന്നൊരു സഹോദരൻ വിളിച്ചപ്പോൾ
സഹോദരിമാരും വിളിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഭാര്യയുടെ സ്വഭാവം ഈ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുക എന്നുള്ളതാണ്. ഭക്ഷണത്തിന് വിളിച്ചാൽ വരികയില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഇതങ്ങോട്ട് എടുത്ത് ഒരു റൂമിലേക്ക് പോയി അങ്ങോട്ട് കിടന്നാൽ മണിക്കൂറുകൾ നോക്കിയാണ്. അതുപോലെ ഭർത്താവിനെ കുറിച്ച് ഭാര്യയുടെ പരാതിയും ഈ ചൂണ്ടയിൽ കൊളുത്തപ്പെട്ട ഭാര്യമാരും ചൂണ്ടയിൽ കൊളുത്തപ്പെട്ട ഭർത്താക്കന്മാരും ഈ ചൂണ്ടയിൽ കൊളുത്തപ്പെട്ട വൈദികരും കന്യാസികളും ഈ ചൂണ്ടയിൽ കൊളുത്തപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന ഈ ചൂണ്ടയിൽ വിഴുങ്ങി ഇനി എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റാതെ കിടക്കുന്ന ആഗോള കത്തോലിക്ക സഭയും എന്ന് ഈ ചൂണ്ടയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് ആലോചിച്ച് നോക്കുകയും അത് അടുത്ത വചനം പറയുകയാണ്, വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു. എന്താണ് ഈ വലയെന്ന് പറയുന്നത്? ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ, നെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലയാണ്. അതൊരു വലയാണ്. ആ വലയിൽ കുടുക്കുന്നു. അപ്പം നമുക്കറിയാം, മീനിനെ പിടിക്കാൻ വേണ്ടി വല ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ട് ഈ വലയെല്ലാം കൂടെ അവസാനം ചുരുട്ടി കൂട്ടി എടുക്കുമ്പോൾ ഇതിനകത്ത് കുറേ മത്സ്യങ്ങളുണ്ടാവും. അതിന് പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്നതുപോലെ നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം ഒരു വാർത്ത, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ വാർത്തയുടെ ചാനൽ. അപ്പം നമുക്കറിയാം, ഏറ്റവും നല്ല വാർത്ത പെട്ടെന്ന് കിട്ടാൻ ഏറ്റവും രസകരമായിട്ട് സംഭാഷണങ്ങൾ, അതിൻ്റെ അവതരണങ്ങൾ, അതൊക്കെ ഏറ്റവും രസകരമായിട്ട് നമുക്ക് കിട്ടാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇൻ്റർനെറ്റ്, ഇത് ഏഷ്യാനെറ്റാണെന്ന് കൂട്ടിക്കും. അപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റ് എന്ന ആ ചാനലിൽ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ 1,00,000 ആളുകൾ ഏഷ്യാനെറ്റിൻ്റെ വാർത്ത മാത്രമേ കേൾക്കുകയുള്ളൂ. മറ്റ് ചാനലിലെ വാർത്തകളൊന്നും കേൾക്കുകയാണ്. അപ്പോൾ അതൊരു വലയാണ്. ഏഷ്യാനെറ്റിൻ്റെ വാർത്താ ചാനലിൻ്റെ ഒരു വല. അതിനകത്ത് 1,00,000 പേര് കുടുങ്ങി കേൾക്കുന്നു. മറ്റു വാർത്തകളൊന്നും ഒരു കേൾക്കില്ല, അതിനകത്തൂടെ കേൾക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല വലകൾ. അതിൽ തന്നെ മറ്റൊരു സംഭവം ഉള്ളത്, അതിൽ തന്നെ സിനിമയുടെ ചാനല്, അതിൻ്റെ സീരിയലിൻ്റെ ചാനല്, പരസ്യ ചാനല്, അതിൻ്റെ ഡാൻസ് പ്രോഗ്രാം ചാനല്, അതിൻ്റെ തന്നെ വാർത്താ ചാനൽ കൂടാതെ സ്പെഷ്യലായിട്ട് ഡോക്യുമെൻ്ററി പോലെ കാണിക്കുന്ന ചാനലുകൾ. അപ്പോൾ ഒരു സംവിധാനത്തിൽ തന്നെ, ഒരു ചൂണ്ടയിൽ തന്നെ നിരവധി ചൂണ്ടകളിട്ട് മനുഷ്യനെ പിടിക്കുന്ന ആ സംവിധാനത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അവരെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്നു, വലയിൽ കുരുക്കി വലിച്ചെടുക്കുന്നു, വലയിൽ കുരുക്കി അവൻ്റെ സ്വന്തമാക്കി ഒമ്പിക്കുന്നു, തൻ്റെ കോരുവലയിൽ അവയെ ശേഖരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത്തരം കോരുവലയിൽ അവയെ ശേഖരിച്ചു വെക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ജിയോയുടെ സിമ്മും ജിയോയുടെ ഫോണും, അതിനകത്ത് ഇത്ര പേര് കുടുങ്ങിക്കിടക്കും. മറ്റൊന്നാണ് ഐഡിയയുടെ ഫോൺ, ഐഡിയയുടെ ഫോണിനകത്ത് ഇത്ര കുടിക്കുന്നു. പിന്നെ വോഡാഫോണിനകത്ത് ആ വലയ്ക്കകത്ത് അങ്ങനെ കുറേ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നു. BSNL വലയ്ക്കകത്ത് അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. ഇങ്ങനെ ഓരോ വലയ്ക്കകത്ത് മനുഷ്യരെ കുടുക്കി ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്ന് സർവശക്തനായ ദൈവം, പിതാവായ ദൈവം 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വചനത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇതൊക്കെ 1000 വർഷം മുമ്പൊന്നും വ്യാഖ്യാനിച്ചാൽ ഇതിൻ്റെ അമ്പും തുമ്പും ആർക്കും കിട്ടില്ല. അതിൻ്റെ സാഹചര്യവും അതിൻ്റെ പശ്ചാത്തലവും ആ സംഭവത്തെയും കണ്ടുകൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവൻ കോരുവലയിൽ ശേഖരിക്കണം, അപ്പോൾ അവൻ സന്തോഷിച്ചുല്ലസിക്കുന്നു. അപ്പോൾ ഇപ്പം ഞാനൊരു ചാനൽ തുടങ്ങി, ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എൻ്റെ ചാനലിനകത്ത് 10,00,000 ആളുകൾ കാണും. 10,00,000 ആളുകൾ എനിക്ക് സ്വന്തമാണ്. ഈ 10,00,000 ആളുകൾ മൂലം എനിക്ക് അവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് ഇൻ്റർനെറ്റിൽ നിന്നൊരു പൈസ ലഭിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സുഖമായിട്ട് ലക്ഷക്കണക്കിന് രൂപ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, അപ്പോൾ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു, ഉല്ലസിക്കുന്നു. തന്നിമിത്തം അവൻ തൻ്റെ വലയ്ക്ക് ബലികളും കോരുവലയ്ക്ക് ധൂപവും സമർപ്പിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ എല്ലാ വർഷവും പ്രാർത്ഥിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ബ്ലാക്ക് മാസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, മോശമായ രീതിയിലും പ്രാർത്ഥിക്കുന്നു, നല്ല രീതിയിലും പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ ചെന്നിട്ട് കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുന്നു, അതിന് നേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ചീത്ത കുർബാന വേണമെങ്കിൽ അതിൻ്റെ ആൾക്കാരോട് സംബന്ധിച്ച് അവിടെ പോയി അതും ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ നോക്കിയാലും ധൂപവും ബലിയും ഞാൻ എൻ്റെ ചാനലിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ലോകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ, ഇപ്പോൾ നമുക്കറിയാം, ആപ്പിൾ കമ്പനിയുടെ ചാനലുകൾ, അല്ലെങ്കിൽ ലോകത്തിലെ വിവിധോത്തര ചാനൽ, പിന്നെ ചൈന പോലൊക്കെ യൂടോക്ക് ചാനൽ എന്ന് പറഞ്ഞിട്ട്, ടിക്ടോക്ക് ചാനൽ എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ ഓരോ ചാനലുകളും ഓരോ കോഡുകളും ഓരോ ഭാഷയും ഉപയോഗിച്ച് എല്ലാ മനുഷ്യരെയും, ഓരോ രാജ്യങ്ങളും ഓരോ രാജ്യത്തെ മൊബൈൽ സംവിധാനങ്ങളും ഉപയോഗിച്ച് എല്ലാവരെയും തൻ്റേതാക്കി സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. തന്നിമിത്തവൻ തൻ്റെ വലകൾക്ക് ബലികളും കോരുവലയ്ക്ക്
ധൂപം അർപ്പിക്കുന്നു. മൂലമാണല്ലോ അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും സമ്പന്നനായി ആഹാരം കഴിക്കുന്നതും. ഇപ്പം നമുക്കറിയാം, ഉദാഹരണം പറഞ്ഞാൽ ജിയോ ഫോണിൻ്റെ 10 കോടി ആളുകൾ ഉണ്ടെങ്കിൽ ആ 10 കോടി ആളുകൾ ജിയോ ഫോൺ ഉപയോഗിക്കുന്നു, അതിൻ്റെ സിം ഉപയോഗിക്കുന്നു, അതിൻ്റെ പരിപാടികൾ കാണുന്നു, അതിൻ്റെ ചാനൽ ഉപയോഗിക്കുന്നു. ആ ജിയോ ഫോണിൻ്റെ മൊബൈൽ സിം ഉപയോഗിക്കുന്നത് കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള ചാനലുകളെ നമ്മൾ സ്വന്തമാക്കി വെക്കുന്നു. ഇപ്പോൾ സിനിമ മാത്രം കാണുമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു പ്രത്യേക ചാനൽ കണ്ടെത്തി അതിൻ്റെ അടിമയായി പോകും. സീരിയൽ മാത്രം കാണുമെന്ന് ആഗ്രഹിക്കുന്നവർ ആ സീരിയൽ മാത്രം കാണാൻ വേണ്ടി ആ ചാനൽ ഉപയോഗിക്കുന്നു, അതിൻ്റെ അടിമയായി പോകുന്നു. ബ്ലൂ ഫിലിം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അതിൻ്റെ ചാനലിൽ മാത്രം കാണുന്നു, ആ ചാനലിൽ മാത്രം വസിക്കുന്നു, അതിൻ്റെ അടിമത്തത്തിലേക്ക് പോകുന്നു. ഇനി മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഇങ്ങനെ ഓരോ സംഭവവും ഇങ്ങനെ നമ്മൾ അടിമത്തമായി കിടന്നുകൊണ്ട് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമ്മളെ ഉപയോഗിക്കുന്ന അവരെന്ത് ചെയ്യുന്നു? അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ 300 രൂപ വെച്ച് ഈ ഫോണിലേക്ക് ഇടുമ്പം ആ ഇടുന്ന പൈസ എത്ര കോടാനുകോടി ആളുകളാണ് ഈ 300 രൂപ വെച്ച് ഇടുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ കർത്താവ് പറയണം, അവമൂലമാണല്ലോ അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും സമ്പന്നമായി ആഹാരം കഴിക്കുന്നു. അപ്പോൾ ഈ ജിയോ ഫോണിലേക്ക് അല്ലെങ്കിൽ ഓരോ ഇഷ്ടമുള്ള BSNLോ വോഡാഫോണോ ഐഡിയയോ ഏതുമായിക്കോട്ടെ, അതെല്ലാം ഓരോ ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പുകാർക്ക് സമ്പന്നമായി കഴിയുന്നതും ആ സമ്പത്തിൻ്റെ ആധിക്യം മൂലം അതിലിരുന്നുകൊണ്ട് അവർ ആഹാരം കഴിക്കുന്നതും എന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ പണം ഓരോന്നിൻ്റെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടും ഓരോരുത്തരെയും ചൂണ്ടയിൽ നമ്മൾ കൊളുത്തപ്പെട്ടുകൊണ്ടുമാണെന്ന് സർവശക്തനായ ദൈവം പറയുകയാണ്. ജനതകളെ നിരന്തരം നിർദ്ദയമായി കൊന്നുകൊണ്ട് അവൻ വല കുടഞ്ഞ് ശൂന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനതകളെ ഇങ്ങനെ കൊന്നുകളയുക, അതിൻ്റെ വേറെ ജനതകളെ നിരന്തരം നിർദ്ദയമായി വധിച്ചുകൊണ്ട് അവൻ വല കുടഞ്ഞ് ശൂന്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ ജനതകളെ ഇങ്ങനെ കൊല്ലുന്ന പറയുമ്പോൾ എങ്ങനെയാണ് കൊല്ലുന്നത്? നമുക്കറിയാം, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ തൂങ്ങിച്ചാവുന്നല്ല, ഭർത്താവ് തൂങ്ങിച്ചാവുന്നു. ഈ വ്യഭിചാരത്തിനായി കൂട്ടിക്കൊണ്ടു പോയ സ്ത്രീയും ആ പുരുഷനും തമ്മിൽ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ. വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് ഇന്ന് വാർത്ത എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. വാർത്തയ്ക്കകത്തൊന്ന് കേൾക്കാൻ കൊള്ളുന്നൊരു വാർത്തയൊന്നുമില്ല. എല്ലാം വ്യഭിചാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും നികൃഷ്ടമായ ക്രൂരതയുടെയും എല്ലാം വാർത്ത കേൾക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഈ ഇൻ്റർനെറ്റ് സംവിധാനം എന്ന് പറയുന്ന ആ സംവിധാനമാണ് ഇത്. കർത്താവ് വന്നിരിക്കുന്ന ആ സംവിധാനത്തെക്കുറിച്ചാണ്. എന്നാലും നമുക്കറിയാം, ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഈ സുവിശേഷ ലോകത്തിൽ കൊടുക്കുന്നത്, അതുകൊണ്ടല്ലേ ഈ ആളുകളൊക്കെ ദൂരെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നത് നമുക്കൊരു ചിന്ത വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, അത് ശരിയുമാണ്. പക്ഷേ ഇതിൻ്റെ 1-2 കാര്യങ്ങളിൽ മാത്രമല്ല നമ്മൾ കുടുങ്ങി കിടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവൻ അവരെയെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്നു. നമ്മളൊരു ചൂണ്ടയിൽ കൊളുത്തപ്പെട്ടു പോയി എന്നുള്ളതാണ് പ്രശ്നം. ഈ കൊളുത്തിൽ വീഴാതെ നമ്മൾ അത്യാവശ്യം ഇപ്പോൾ എന്നെ പോലെയൊക്കെ അത്യാവശ്യം യൂട്യൂബ് ചാനൽ ഈ ക്ലാസ് ഇടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ആ ഒരു രീതിയിൽ മാത്രം ഈ നെറ്റിനകത്ത് നമ്മൾ പെട്ടുപോയാൽ കുഴപ്പമില്ല. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു നിശ്ചിത സമയം എത്തുമ്പോൾ ഈ ചൂണ്ടയിൽ നിന്ന് ഞാൻ കൊളുത്തൊക്കെ വിടിയിച്ച് എന്നേക്കുമായിട്ട് മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് എന്നേക്കുമായിട്ട് കൊളുത്തിനൊക്കെ വലിച്ചു ദൂരെ എറിഞ്ഞ് എന്നേക്കും രക്ഷപ്രാപിക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ അതുപോലെയല്ല ലോകത്തിൽ 800 കോടി ജനമുണ്ടെങ്കിൽ ആ 800 കോടി ജനങ്ങളും, അതിനകത്ത് ആരും വിമുക്തമല്ല, ആ 800 കോടി ജനങ്ങളും ഇതുപോലെ ഒരു ചൂണ്ടയിൽ കൊളുത്തപ്പെട്ട് കഴുത്തിന് കൊളുത്ത് വീണ് അതിൽ നിന്ന് ഊരി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം, അവൻ്റെ കഴുത്തിൽ കുടുങ്ങിക്കിടന്ന ഈ കുഴുക്കിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം എന്നേക്കുമായി ആ ആത്മാവിൻ്റെ നിത്യനാശം മനുഷ്യൻ കാണാനിടയാവുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വ്യക്തമായിട്ട് ഹബക്കൂക്കിന്റെ പുസ്തകമാണ്. ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അവൻ അവരെയെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്നു, വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു, തൻ്റെ കോർവലിയിൽ അവയെ ശേഖരിക്കുന്നു. അപ്പോൾ അവൻ സന്തോഷിച്ചുല്ലസിക്കുന്നു. തന്നിമിത്തം അവൻ തൻ്റെ വലയ്ക്ക് ബലികളും വലയ്ക്ക് ധൂപം അർപ്പിക്കുന്നു. അവ മൂലമാണല്ലോ അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും സമ്പന്നമായി ആഹാരം കഴിക്കുന്നതും. ജനതകളെ നിരന്തരം നിർദ്ദയമായി വധിച്ചുകൊണ്ട് അവൻ വല കുടഞ്ഞ് ശൂന്യമാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയുന്നത് കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് വിജാതിരെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ സഭയ്ക്ക് പുറത്തുള്ള ആരെങ്കിലും കുറച്ച് സീരിയൽ കാണുകയോ സിനിമ കാണുകയോ ചീത്തപ്പഴം കാണുകയൊക്കെ ചെയ്താൽ നമുക്കത് കുഴപ്പമില്ല, നമ്മളെ ബാധിക്കുന്നില്ല.
ഞാൻ അർത്ഥമാക്കുന്നത് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയെ, അത് പ്രത്യേകിച്ചും ആഗോള സഭയെ, ഭാരത സഭയെ, കേരള സഭയെ, നമ്മുടെ ഇടവകളെ, നമ്മുടെ കുടുംബങ്ങളെ, വ്യക്തിയെ, ഈ വ്യക്തിത്വം ഈ കേരള സഭയിലും ഭാരത സഭയിലും ആഗോള സഭയിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും, അത് അച്ഛന്മാർ, കന്യാസികൾ, വചനപ്രഘോഷകർ, ശുശ്രൂഷകർ എല്ലാം. ഇന്നലെ എന്നോട് സംസാരിച്ച ഒരു സഹോദരൻ എന്നോട് പറയുകയാണ്, കേരളത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്ന, അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ ഇത് ശരിയാണെന്ന് നമുക്ക് തോന്നിക്കുന്ന നല്ല വചനപ്രഘോഷകനായ അനേകം വ്യക്തികൾ വചനപ്രഘോഷണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇരുന്ന് സിനിമ കാണുക, സീരിയൽ കാണുക, അത് കാണുക, ഇത് കാണുക, വളരെ മോശമായത് കാണുക, കേൾക്കുക, ഇതാണ് അവരുടെ പരിപാടി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വചനപ്രഘോഷം കൊണ്ട് സർവശക്തനായ ദൈവം അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു വൈദികനും ഒരു മെത്രാനും ഒരു കർദിനാളിനും ഒരു മാർപ്പാപ്പയ്ക്കും ഇൻ്റർനെറ്റ് അഥവാ ഈ സംഭവം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇത് നമ്മൾ സ്വന്തമാക്കാൻ നമ്മൾ കുടുങ്ങിപ്പോയി. വിജാതീയരുടെ, അന്യരുടെ കൊളുത്തിനകത്ത് നമ്മുടെ തൊണ്ട ഉടക്കിപ്പോയി നമ്മൾ കൊണ്ട് വെച്ച് കൊടുത്തു തല. ഇനി അത് നൂരാൻ പറ്റുമോ? പതിവായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ടെലിവിഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ മുമ്പിൽ വരാതിരിക്കാൻ പറ്റുമോ? അതിനായിട്ട് മാസാമാസം കൃത്യമായിട്ട് പൈസ അടയ്ക്കുന്നവർ കൃത്യം പൈസ അടച്ചതിൻ്റെ പരിപാടിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുന്നില്ല, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കാരണം ആ വലയ്ക്കകത്താണ്, ആ വലയ്ക്കകത്ത് എന്താണ്, വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു, നമ്മളെ വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു. അങ്ങനെ ഈ വലയിൽ കുടുങ്ങിയ കത്തോലിക്ക സഭ എന്നെങ്കിലും രക്ഷപ്പെടുമോ? എന്നെങ്കിലും രക്ഷപ്പെടുമോ? അതുകൊണ്ടാണ് ഇന്നലെ ഒരു കണക്ക് പറഞ്ഞത്. ലോകത്ത് നമുക്കറിയാം, നമ്മളൊരു 100 കോടി ക്രിസ്ത്യാനികൾ എടുക്കും. 100 കോടി ക്രിസ്ത്യാനികൾ, 100 കോടി ക്രിസ്ത്യാനികളെ മാസം 300 രൂപ വെച്ചുകൊണ്ട് ഗുണിച്ചാൽ എത്ര കോടി കിട്ടുമെന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ മൊബൈലിൽ കണക്ക് കൂട്ടിയാൽ മതി. 100 കോടി ഇൻറ്റു 300 രൂപ, 300 രൂപ വെച്ചും 240 രൂപയ്ക്ക് വെച്ചാണ് നമ്മൾ മൊബൈൽ ഫോണിൽ ഇടുന്നത്, ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 100 കോടിയെ 300 രൂപ കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുമെന്ന് നിങ്ങൾ 30,000 കോടിയോ 3 ലക്ഷം കോടിയോ 300 ലക്ഷം കോടിയോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണക്കൂട്ടി എടുത്തോളുക. പ്രിയപ്പെട്ടവരെ, ഈ പൈസ മുഴുവൻ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത്, അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. അത് ഇന്നത്തെ വ്യാപാരികളായ ഈ ലോക ഭീമന്മാർ, അത് ആപ്പിൾ കമ്പനികൾ, അതുപോലെ ചൈനീസ് കമ്പനികൾ, അതുപോലെ ഇലോൺ മസ്കിൻ്റെ കമ്പനികൾ, ഇങ്ങനെ ലോകത്തിൻ്റെ കോടാനുകോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മൊബൈൽ ടവറുകളും ആ സംവിധാനങ്ങളും ഒക്കെ നിർമ്മിച്ച് സ്വന്തമാക്കി വെച്ച് ഉപയോഗിക്കുന്ന കോടീശ്വരന്മാരായ അത്തരം ആളുകൾ ഇതുപയോഗിച്ച് നമ്മളെ ചൂഷണം ചെയ്യുമ്പോൾ, നമ്മുടെ കഴുത്തിന് കൊളുത്തിട്ട് പിടിച്ചിരിക്കുമ്പോൾ, ഈ കൊളുത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഏത് വൈദികന് കഴിയും, ഏത് മെത്രാന് കഴിയും, ഏത് കർദിനാളിന് കഴിയും, ഏത് മാർപ്പാപ്പ കഴിയും, ഏത് ക്രിസ്ത്യാനി കഴിയും, ഏത് വ്യക്തിക്ക് കഴിയും? പിടിച്ചോ സഹോദരെ, സൂക്ഷിച്ച് പിടിച്ചോ കർത്താവ്. പ്രിയ സഹോദരെ, ഞാൻ നിങ്ങൾ പറയുകയാണ്, ഈ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ കാലഘട്ടം ആയി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇവരുടെ ഈ വലയിൽ നിന്നും, ഇവരുടെ ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ, ഏതെങ്കിലും ഒരു അച്ഛനോ, ഏതെങ്കിലും ഒരു മെത്രാനോ, ഏതെങ്കിലും ഒരു കർദിനാളോ, ഏതെങ്കിലും ഒരു മാർപ്പാപ്പയോ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവരെക്കുറിച്ചാണ് സർവശക്തനായ യേശുനാഥൻ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതി വെച്ച വചനം. ഏതാണ് ആ വചനം? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ, നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. പ്രിയപ്പെട്ടവർ, നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 37-ാം തിരുവചനത്തിൽ പറയാണ്, നോഹ തൻ്റെ ആഗമനം, നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തു പോന്നു, കഴിഞ്ഞു പോന്നു. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വലയിൽ പെടാത്ത, ഈ കൊളുത്തിൽ ചൂണ്ടയിൽ കൊളുത്താത്ത, ഈ ചതിയിൽ പെട്ടുപോകാത്ത ഏതെങ്കിലും ഒരു വ്യക്തി, 100 കോടിയോ 200 കോടിയോ ക്രിസ്ത്യാനിലുണ്ടെങ്കിൽ, അത് മൊത്തമായിട്ടാണ് പറയുന്നത്. ഇനി കേരള സഭയെ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ അതങ്ങനെ, ഏതെങ്കിലും ഒരു വ്യക്തി, ഈ കൊളുത്തിൽ പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി, ആ വ്യക്തിക്കാണ് സർവശക്തനായ ദൈവത്തിൻ്റെ രണ്ടാമത്തെ പുനരാഗമനത്തിൽ
യേശു ക്രിസ്തു കൊണ്ടിരുന്ന ആ കട്ടിയുള്ള മേഘത്തേരിലേക്ക് കയറി നിന്ന് സ്വർഗത്തിന്റെ ഉള്ളറകളിലേക്ക് എടുക്കപ്പെടുവാൻ കഴിവുള്ള വ്യക്തികൾ അത്തരം വ്യക്തികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ കർത്താവായി ഈശോ പറഞ്ഞത്, അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. ഈ കൊളുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിവുള്ള ക്രിസ്ത്യാനിയോ അച്ഛന്മാരോ മെത്രന്മാരോ കർദിനാളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിക്കാം. പ്രിയപ്പെട്ടവരെ, വിളിച്ച് ധൈര്യപൂർവ്വം നമുക്ക് കരങ്ങൾ കൊടുത്ത് ഒന്നിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ ക്ലാസ്സുകൾ ഇടുന്ന ഇതിന് ഉപയോഗിക്കുന്ന ഒരു നിശ്ചിത സമയമുണ്ട്. ചിലപ്പോൾ ഒരു 3 മാസം, ചിലപ്പോൾ ഒരു 6 മാസം, അത്രയും കൂടെ കൂടി മാത്രമേ എൻ്റെ ഈ ക്ലാസ് മൊബൈൽ ഫോണിൽ കൂടെ ഞാൻ കൊടുക്കുള്ളൂ, യൂട്യൂബിൽ കൊടുക്കുള്ളൂ. അതിനുശേഷം ഇത് പെട്രോൾ ഒഴിച്ച് ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നേക്കും വേണ്ടി പക്ഷേ ഈ കൊളുത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. കാരണം ഈ കൊളുത്തിൽ ഞാൻ പെട്ടിട്ടില്ല, ഈ വലയിൽ ഞാൻ പെട്ടിട്ടില്ല. ഇതിനകത്ത് ഒരു ചാനലിലും എൻ്റെ കണ്ണുകൾ ഉടക്കിയിട്ടില്ല. ഇതിനകത്ത് ഒരു പരിപാടിക്കും എൻ്റെ ആത്മാവിനെയും വിട്ടുകൊടുത്തിട്ടില്ല. ഇതിനകത്ത് ഒരു കൊളുത്തിനകത്തും വലയ്ക്കകത്തും എൻ്റെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തിൻ്റെയോ അടിമത്തത്തിലേക്ക് ഞാൻ പോയിട്ടില്ല, പോവുകയുമില്ല. ആ വാക്ക് കൊടുത്തിട്ടാണ്, കർത്താവായ യേശു ക്രിസ്തുവിന് വാക്ക് കൊടുത്തിട്ടാണ്, എഗ്രിമെൻ്റ് എഴുതി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സുവിശേഷമല്ല, സനാതന സുവിശേഷം. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഡേറ്റ്, സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം വരെ വ്യക്തമായിട്ട് പറഞ്ഞ് ഈ ചാനൽ കിടപ്പുണ്ട്. അതന്നെ ഇനിയും പറയാൻ തയ്യാറുമാണ്. അതുപോലെ നിങ്ങളെ പറഞ്ഞൊരുക്കാൻ വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൻ്റെ വരവായി പ്രിയ സഹോദരരെ, കത്തോലിക്ക സഭയെ നിങ്ങൾ ഒരുങ്ങിക്കോ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ചാനലിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴുത്തലൊന്നും ഒരു കൊളുത്തും വീണ്ടില്ല, ഞാനൊരു വലയ്ക്കകത്തും പെട്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് കൊടുക്കുന്ന 240 രൂപ, 49 രൂപയുണ്ട് പ്രിയപ്പെട്ടവരെ. അത് കർത്താവായ യേശു ക്രിസ്തു സുവിശേഷത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകുന്ന വചനത്തിൻ്റെ ആധാരമാക്കി അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മൊബൈലിന് ഉപയോഗിക്കുന്നത്, ഈ വസ്തുവിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഹ്വാനം. നോഹ പെട്ടകത്തെ പ്രവേശിക്കുന്നത് വരെ അവർ തിന്നും കുടിച്ചും ആനന്ദിച്ചും പോന്നു. അപ്പോൾ കർത്താവ് എഴുതി പറഞ്ഞു നോക്കിയ നോഹ, അവർ നോഹയുടെ പെട്ടകമായിട്ട് എൻ്റെ കുടുംബം മാറുന്നുണ്ടോ? നോഹയുടെ പെട്ടകം പോലെയാണോ എൻ്റെ ശരീരം? നോഹയുടെ പെട്ടകത്തിന് തുല്യമായ വിശുദ്ധിയുടെ സ്ഥലമാണോ എൻ്റെ മനസ്സ്? നോഹയുടെ പെട്ടകത്തിന് തുല്യമായ വിശുദ്ധിയുടെ നിറകുടമാണോ എൻ്റെ ഹൃദയവും ആത്മാവും? നോഹയുടെ പെട്ടകം പോലെ ഒരു വിശുദ്ധിയുടെ പെട്ടകമാണോ എൻ്റെ ശരീരം എന്ന് പരിശോധിക്കാൻ ഈ സമയം നമ്മൾ ഉപയോഗിച്ചോണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, നീ ഏത് വലയിൽ കുരുങ്ങിക്കിടക്കുന്നു, നീ ഏത് കൊളുത്തിൽ പെട്ടുപോയി, നീ ഏത് ചതിയിലാണുള്ളത്? ബ്ലൂ ഫിലിമിൻ്റെ അടിമത്തത്തിൽ പോയ കത്തോലിക്ക സഭ, ക്രിസ്ത്യാനികൾ, ദമ്പതികൾ, യുവതി യുവാക്കൾ അതിഭയാനകമായ ചതിക്കുഴിയിൽ എന്നേക്കുമായി പെട്ടുപോയി. ഇതിൽ നിന്ന് ഒരു മനുഷ്യനോ, ഒരു വ്യക്തിക്കോ, ഒരു കുടുംബത്തിനോ, ഒരു യുവാവിനോ, ഒരു മെത്രാനോ, ഒരു അച്ഛനോ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നോഹയുടെ പെട്ടകം പോലെയുള്ള പെട്ടകം എത്ര എണ്ണം ഭൂമിയിലുണ്ടാവും? നോഹയുടെ പെട്ടകം പോലെ പരിശുദ്ധി നിറഞ്ഞ പെട്ടകം. നമുക്കറിയാം, നോഹയെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തിയിലേക്ക് പോകണം. ജലപ്രളയം വന്നപ്പോൾ നോഹ പേടമുണ്ടാക്കി. നോഹയുടെ അത്യാവശ്യമുള്ള മക്കളെയും ആൾക്കാരെയും മാത്രം വിളിച്ചുകൊണ്ട് പറഞ്ഞ് വേഗം ഇതിനകത്ത് കയറിക്കൊന്നപ്പം അവരനുസരിച്ച് കയറി. കാരണം ആ കൂട്ടത്തിൽ അവർക്ക് ആവശ്യമുള്ള കന്നുകാലി വർഗ്ഗോൽപാദനത്തിലുള്ള മൃഗങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. ആ കൂട്ടത്തിൽ ഇൻ്റർനെറ്റ് വലിച്ചു കയറ്റിയിട്ടില്ല, ആ കൂട്ടത്തിൽ മൊബൈൽ വലിച്ചു കയറ്റിയിട്ടില്ല, ആ കൂട്ടത്തിൽ ബ്ലൂ ഫിലിം വലിച്ചു കയറ്റിയിട്ടില്ല. അവരെ നോഹയുടെ പെട്ടകത്തിൽ ഒരു ബ്ലൂ ഫിലിം ഇല്ലായിരുന്നു, അവിടെ ഒരു ബ്ലാക്ക് മാസും ഇല്ലായിരുന്നു, അവിടെ ഒരു മദ്യപാന പുകവലി ഇല്ലായിരുന്നു, അവിടെ ഒരു ചീത്ത സംഭാഷണം ഇല്ലായിരുന്നു, അവിടെ ഒരു അഹങ്കാര ധിക്കാരമില്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സർവശക്തനായ പിതാവ് ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് ജീവിച്ച നോഹയുടെ പെട്ടകം ആലോചിക്കണം. ഇന്ന് ആ ഉൽപ്പത്തിയുടെ 6000 വർഷങ്ങൾക്ക് മുമ്പുള്ള നോഹയുടെ പെട്ടകം ഇന്ന് കേരള സഭയിൽ, ഭാരത സഭയിൽ, ആഗോള സഭയിൽ, ഇടവകയിൽ, കുടുംബത്തിൽ എവിടെ രൂപം പ്രാപിക്കുന്നോ, എവിടെ നോഹയുടെ പെട്ടകം ഉൽപ്പാദിപ്പിച്ച് അതിനുള്ളിൽ വിശുദ്ധിയോടെ കയറിയിരിക്കുന്നോ, അവന് മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അവന് മാത്രം. അതുകൊണ്ടാണ് വെളിപാട് 3:10 പറഞ്ഞ്, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും, നിങ്ങളെ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ നിന്നെ എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളെ മാറ്റാൻ പറ്റുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ എളിദാസിൽ കൂടെ ഈ സുവിശേഷം, ഈ സനാതന സുവിശേഷം ലോകത്തിൽ കൊടുക്കുന്നത്.
നിന്നെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം സ്വർഗത്തിലേക്ക് പോയാൽ പോരാ. കർത്താവേ, എൻ്റെ ഭവനം, എൻ്റെ അയൽപക്കം, എൻ്റെ ഇടവക, എൻ്റെ സഭ, എൻ്റെ ആഗോള സഭ, ആഗോള കത്തോലിക്ക ക്രിസ്ത്യാനികൾ മുഴുവനും യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്ന മറ്റ് വിജാതിരെ മുഴുവനും നിത്യജീവനിലേക്ക് എടുക്കപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് മാത്രമായിട്ട് സ്വർഗത്തിൽ പോകാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പ്രിയപ്പെട്ടവർ. അതെനിക്ക് ഉറപ്പായിട്ടും ഞാൻ എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് വ്യക്തമാണ്. എനിക്കൊരു ധാരണയുണ്ട്, പക്ഷെ ഒരു ധാരണയുമില്ലാതെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പോടിയായിട്ടുള്ള ഈ കാലഘട്ടങ്ങൾ നിന്റെ വീട് ഒരു നോഹയുടെ പെട്ടകമാണോ? നിന്റെ ഇടവക ഒരു പെട്ടകമാണോ? നിന്റെ രൂപത ഒരു പെട്ടകമാണോ? നോഹയുടെ പെട്ടകമാണോ? നിന്റെ കേരള സഭയുടെ ആസ്ഥാനം, കേരള സഭയിലെ മെത്രാന്മാരും കർദിനാൾമാരും വസിക്കുന്ന സ്ഥലം, അവരുടെ ഹൃദയവും മനസ്സും ആത്മാവും നോഹയുടെ പെട്ടകമാണോ എന്ന് പരിശോധിക്കാൻ ഈ സമയം നിങ്ങൾ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തോക്കല്ല ചൂണ്ടിവെക്കുന്നത്, തോക്കുന്നൊരു വെടിയുണ്ടല്ല വരുന്നത്. ആണവ മിസൈലുകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് ലോകം. അത് വന്ന് വീഴുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. അത് എവിടെയെങ്കിലൊക്കെ വെച്ച് പൊട്ടും. ആണവ സ്ഫോടനം എങ്ങനെയാണ് നടക്കുന്നതെന്നും എവിടെയൊക്കെ വെച്ച് പൊട്ടുമെന്നും വിശദം എഴുതിപ്പെട്ടിരിക്കുന്ന ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഏത് സ്ഥലത്ത് അതെങ്ങനെ വീട് പൊട്ടുമെന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പൊട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വലയിൽ നിന്ന് പുറത്തു ചാടാൻ, ഈ കൊളുത്തിൽ നിന്ന് പിടിപിടിക്കുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയ സഹോദരനെ, ചുമ്മാ ഒന്നും പുറത്തു പോകാൻ പറ്റില്ല. അതിന് കാരണം, പുറത്തു പോയാലും നീ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും ദുരാത്മ പക്ഷികൾ നിന്റെ ഹൃദയത്തിലുണ്ടാവും. ആ ദുരാത്മാവിൻ്റെ പക്ഷികളെ നീ ബഹിഷ്കരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നീ മരിച്ചാൽ നിന്റെ ആത്മാവ് രക്ഷപ്പെടുകയില്ല. സ്വർഗത്തിൽ പോകാൻ, നിത്യജീവിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. അതിന് പ്രത്യേക രീതിയിലുള്ള ഒരുക്കവും ക്ലാസ്സും ഒക്കെ വേണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവിൻ്റെ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ച വചനത്തെ ഓർത്ത് നമ്മൾ പഠിക്കണം. ഇങ്ങനെ പഠിക്കണം ഓരോ കാര്യങ്ങൾ. ഇതൊന്നും ആരും പഠിപ്പിക്കുകയില്ല, ആരെയും കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. അറിയാമെങ്കിലല്ലേ പഠിപ്പിക്കാൻ പറ്റൂ. ഇനി അറിയാമെങ്കിലോ നിശബ്ദം, ഇതൊന്നും ആരും പറയണ്ട, ആരും മിണ്ടണ്ട. അവനൊക്കെ പോയി ചത്താച്ചാകട്ടെ, അവൻ പാതാളത്തിൽ പോയി പോട്ടെ, അല്ലേ? നമ്മുടെ കത്തോലിക്ക സഭ ഇപ്പോൾ കാണിക്കുന്നുണ്ടല്ലേ? നമ്മുടെ കത്തോലിക്ക സഭ ഇപ്പോൾ കാണിക്കുന്നത് കണ്ടില്ലേ? ക്രിസ്ത്യാനികളായിട്ടുള്ള ഇടവജനങ്ങളും രൂപതാജനങ്ങളും വിശുദ്ധിയോടെ ജീവിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം അവരെ ഒരുക്കി നയിച്ചു കൊണ്ടുപോകേണ്ട ചുമതലയുള്ള എറണാകുളം അങ്കമാലി രൂപതയിലുള്ള ആ സ്ഥലങ്ങളിൽ വിശുദ്ധ വാരത്തിലെ ഒരു ശുശ്രൂഷ പോലും നടക്കാതെ ദേവാലയങ്ങൾ ഇടിച്ചു പൊളിക്കുന്ന, അങ്ങനെ ഏതെല്ലാം രീതിയിൽ സഭയെ നശിപ്പിക്കാൻ പറ്റുമോ ഇവരെ തന്നെ നശിപ്പിക്കുകയാണ്. ഇവർ വേലിയായിട്ട് നിന്നവർ വേലി പൊളിച്ച് അതിനകത്തേക്ക് എല്ലാ നാശവും വിളിച്ചു വരുത്തുകയാണ്. കാരണം ഇവർ അടിമത്തത്തിൽ, ഇവർ വലയുടെ ഉള്ളിപ്പെട്ടുപോയി. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നോഹയുടെ ദിനങ്ങൾ പോലെ നിന്റെ ദിവസങ്ങൾ, നിന്റെ മനസ്സും ശരീരവും ആത്മാവും, നിന്റെ ഭവനവും, നിന്റെ ഇടവകയും, നിന്റെ രൂപതയും, നിന്റെ സഭയും നോഹയുടെ പെട്ടകം പോലെ ആണോ? പെട്ടകം പോലെ ആണോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രാഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടത്തിൽ പ്രവേശിച്ച ദിവസം വരെ. അപ്പം നോഹ പേടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്? അത് നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ച് വെക്കണം പ്രിയപ്പെട്ടവരെ. ഇതിൽ നിന്ന് ഊരി ഈ പൈശാചികത്തിൽ പിടിയിൽ നിന്ന് വിടുവിച്ച് നമ്മുടെ മനസ്സിനെ, ആത്മാവിനെ, ശരീരത്തെ ഒരു പേടകമാക്കി മാറ്റണം ആദ്യം. അതിനുശേഷം അതെൻ്റെ മകനോടോ മകളോടോ ഭാര്യയോട് പറയണം, ഞാനൊരു പേടകമായി മാറിയിട്ടുണ്ട്, എന്നോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണൊക്കെ വലിച്ച് ദൂരെ ഇട്ടിടണം. നിൻ്റെ ശരീരത്തിൽ കിടക്കുന്ന ഇറുകിയ ഈ വസ്ത്രമുണ്ടല്ലോ, പുരുഷൻ സ്ത്രീയുടെ വസ്ത്രമോ സ്ത്രീ പുരുഷന്റെ വസ്ത്രമോ ധരിക്കരുതെന്ന് പറഞ്ഞാൽ ആ ബർമുഡ പോലത്തെ സാധനമൊക്കെ, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ചുരിദാറും സാധനങ്ങളും ഒക്കെ വലിച്ചെറിയണം. എല്ലാം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ച് നിൻ്റെ ശരീരം, നിൻ്റെ കുടുംബം ഒരു നോഹയുടെ പെട്ടകമായി രൂപാന്തരപ്പെടുത്താൻ നീ എൻ്റെ കൂടെ ചേരുന്നുണ്ടോ? ഭാര്യയോട് ചോദിക്കണം, മക്കളോട് ചോദിക്കണം, മകനോട് ചോദിക്കണം. അതിനുശേഷം ഇടവയിലെ അച്ഛന്മാരോട് ചോദിക്കണം, അച്ഛന്മാരുടെ ഇടവക ഒരു നോഹയുടെ പെട്ടകമാക്കി മാറ്റാൻ അച്ഛന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം. മെത്രമാരെ കണ്ട ചോദിക്കണം, മെത്രമാരെ നിങ്ങളുടെ രൂപത ഒരു നോഹയുടെ പെട്ടകമാക്കി മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ പ്രവേശിക്കാത്തവർ എന്നേക്കുമായിട്ട് നശിക്കുമല്ലോ, അതുകൊണ്ട് ഒരു പട്ടണമാക്കി മാറ്റാൻ പറ്റുമോ ചെയ്യണം. മിക്കവാറും മാറ്റും പ്രിയപ്പെട്ടവരെ. നീയൊക്കെ പോയി ചത്താൽ ഞങ്ങൾക്ക് തന്നെ ചെയ്തോ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് പടിവാതിക്കലാണ്. ഓർത്തോ, 2027 ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ആഗോള യുദ്ധം, മൂന്നാം ലോക മഹായുദ്ധം ആണവ സ്ഫോടനത്തോടുകൂടി പൊട്ടിത്തെറിച്ച് അതങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംഭവിക്കും 27. ആ 2027 മുമ്പ് ഇതുപോലെ ചെറിയ യുദ്ധം ഉണ്ടാവാം,
ചെറിയ യുദ്ധങ്ങളൊന്നും അല്ല ഇനി വരെ യുദ്ധം. ആണവ സ്ഫോടനത്തോടുകൂടി തന്നെ, ആണവ ബോംബുകൾ ഇട്ടുകൊണ്ട് തന്നെയാണ് മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അതോടെ ഈ ലോകത്തിലെ ഇന്ന് കിട്ടുന്ന എല്ലാ സംവിധാനങ്ങളും, ഇന്ന് കിട്ടുന്ന എല്ലാ സുഖസൗകര്യങ്ങളും എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കുകയുള്ളൂ, അപ്പോഴേ മനുഷ്യന് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ നന്നായിട്ട് പഠിക്കും. ഹല്ലേലൂയ. ജനത്തെ നയിക്കേണ്ട സഭ ദുർമാതൃക കാണിച്ചു തരുമ്പോൾ, ദുർനടപ്പ് നടക്കുമ്പോൾ ഈ അണികളായ അജഗണങ്ങളായ ഞങ്ങൾ എതിലേ പോകും? ആരെ നോക്കി പഠിക്കും? പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുലിഖിതങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യട്ടെ. കർത്താവായ യേശു തിരുശരീരവും എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും നിത്യജീവൻ്റെ ഉടമസ്ഥാവകാശമുള്ള ഒരു ശരീരമാക്കി മാറ്റട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ അഗ്നിയായി നിറയട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പുനർജീവിതത്തിന് ഒരുക്കട്ടെ. എന്നിലെ അശുദ്ധവും മ്ലേച്ഛമായ എല്ലാ അശുദ്ധ ചിന്തകളും പാവനങ്ങളും യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് ഇറങ്ങി വന്ന് നശിപ്പിക്കട്ടെ. എന്നെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, കാക്കുമാറാകട്ടെ. ആമേൻ.